ആകാശത്തോളം ഉയരുന്ന സ്വർണ്ണവില കേട്ട് പഴയ തലമുറയ്ക്ക് നെഞ്ചിടിക്കുന്നുണ്ടാകും. പക്ഷേ പുതുതലമുറയ്ക്ക് നമ്മുടെ ജെൻസിക്ക് അടക്കം ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവർ ഈ സ്വർണം അത്രയ്ക്ക് കാര്യമാക്കുന്നുണ്ടോ? വെറും ഒരു ആഭരണമാണോ അതോ ഒരു അസറ്റ് നിക്ഷേപമാണോ? വിവാഹ വിപണിയിലെ മഞ്ഞ ലോഹത്തിന് തിളക്കം ന്യൂജൻ കാലത്ത് മങ്ങുന്നുണ്ടോ? തിരുവനന്തപുരത്തെ യുവതയ്ക്കൊപ്പം ചേരുന്നു നമ്മുടെ യുവ പ്രതിനിധി ആഷൻ ഡിയേഗോ. സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷം കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം സ്വർണ്ണ ലിപികളിൽ എഴുതേണ്ട ഒരു ദിവസമായി മാറിയിരിക്കുകയാണ്. കുറേ ദിവസമായി സ്വർണം 1 ലക്ഷത്തിനോട് അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ പോലും ഇന്നാണ് ആ ഒരു ദിവസം എത്തിയിരിക്കുന്നത്. 1 ലക്ഷത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു സ്വർണ്ണവില എന്നുള്ളതാണ്. ഞാനുള്ളത് തൈക്കാടുള്ള സംഗീത കോളേജാണ്. ഇവിടെ പുതുതലമുറയിലെ കുട്ടികൾക്ക് സ്വർണത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ്, സ്വർണം അവരെ ആകർഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. സ്വർണം വേണോ? നമുക്ക് സ്വർണം വേണമെന്നൊന്നുമില്ല. എനിക്കെങ്ങനെ എന്താ സ്വർണത്തോട് താല്പര്യമുണ്ട്? ഇപ്പൊ സ്വർണ്ണാഭരണങ്ങളോടും എല്ലാം താല്പര്യമില്ല സ്വർണത്തിനോട്. ഇപ്പൊ കല്യാണത്തിന് എങ്ങനെ സ്വർണ്ണം ഇടും? അങ്ങനെ സ്വർണം തന്നെ വേണമെന്നില്ലല്ലോ, അല്ലാതെ ലിമിറ്റേഷൻസ് അല്ലാതെ തന്നെ ഫാൻസി സാധനങ്ങളൊക്കെ കിട്ടും. നിങ്ങളുടെ കുടുംബത്തിൽ ആരെയും കെട്ടിച്ചു വിട്ടതാ? അല്ല ഫസ്റ്റ് ഞാനാ. ഇങ്ങനെ സ്വർണ്ണം ഇഷ്ടമാണോ? അങ്ങനെ ഇല്ല. നിങ്ങളുടെ കല്യാണത്തിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ സ്വർണ്ണമൊക്കെ ധരിച്ചു നിൽക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. എന്റെ കല്യാണം കഴിഞ്ഞതാ. സ്വർണത്തോടുള്ള വിരക്തി കൊണ്ടാണ്? വിരക്തിയായിട്ടല്ല, എന്തിനാ സ്വർണം കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. പെണ്ണിനെ വേണമെന്നുള്ളൊരു പെണ്ണിനെ മതി. സ്വർണം മോഹിച്ചു വരുന്നവർക്ക് പെണ്ണ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സ്വർണ്ണമാണ് അല്ല, ഒരു പെൺകുട്ടിക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ള സ്വർണ്ണമല്ലോ, എഡ്യൂക്കേഷനും സ്റ്റേബിളായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്വർണം അതിൻ്റെ കല്യാണത്തിൻ്റെ ഒരു ഫാക്ടർ അല്ല. നിങ്ങൾക്ക് ഈ സ്വർണ്ണവില 1 ലക്ഷം കൂടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? സത്യമായിട്ടുണ്ട്. എൻ്റെ കല്യാണം ഉടനെ ആയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് സ്വർണം എടുക്കാൻ പറ്റാത്ത ഒരു വിലയിലോട്ട് പോയിരിക്കാം. നിങ്ങളിപ്പോൾ കല്യാണമായി എന്ന് പറഞ്ഞില്ല, സ്വർണ്ണമൊക്കെ മേടിച്ചാ? ഇല്ല, വാങ്ങിയിട്ടില്ല. സ്വർണം കൊടുക്കുന്നുണ്ട്? സ്വർണം കൊടുക്കുന്നില്ല. നോ ഗോൾഡ് കല്യാണമാണ് ഞാൻ നടത്തുന്നത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിടണമെന്ന് വിചാരിച്ച പോലും പറ്റാത്ത അവസ്ഥയാണ്. സ്വർണത്തിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? സ്വർണത്തിനോട് കൂടുതലും താല്പര്യമുള്ളത് പഴയ ജനറേഷനാണ്. പുതിയ ജനറേഷന് അങ്ങനെ വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കുന്നത് പെട്രോളിന്റെ വില കൂടുന്നതാണോ സ്വർണത്തിന്റെ വില കൂടുന്നതാണോ? അല്ല, തീർച്ചയായും പെട്രോളിന്. കാരണം വെച്ചാൽ നമ്മുടെ ഡെയിലിയുള്ള ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പെട്രോളാണ്. സ്വർണത്തോട് ആളുകൾക്ക്, അത് പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഈ സംഗീത കോളേജിലെ കുട്ടികളുടെ ഒരു അഭിപ്രായം എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.